ക്വാളിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ബിട്രേറ്റ് കുറച്ച ഷോ ആയിട്ട് അങ്ങോട്ട് പോയി വണ്ടി ഏതാ ഇവിടെ ഉണ്ട് പിങ്ങ് നോക്ക് പിങ്ങ് പൈസ മനസ്സിലായി അമരത കൺസൈൻമെന്റിന് പോകുന്നത് വേഗം കൊള്ളാം അല്ലല്ല വാസവനെ ചോദിക്ക് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ചോദിക്കുക ചോദിച്ചടിക്ക് ചോദിച്ചിട്ടടിക്കുക ഒരു വട്ടം ചോദിച്ചാൽ ഇന്നൊരു ദിവസം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും FPS ഇതൊന്നും ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യും വണ്ടി പറഞ്ഞല്ലോ നമ്മുടെയോ ചോദിച്ചിട്ടടി ചോദിച്ചിട്ടടി ഇടത്തോട്ട് തട്ടിക്കളാ അവനെ ഇനി വരുന്ന വണ്ടി നോക്ക് ബാക്കിൽ വണ്ടി വരുന്നടാ ചന്ദ്ര പോരെ നിങ്ങളെ പോലെ അവിടെ കയറി വണ്ടി ചത്ത് വണ്ടി പറഞ്ഞാ അടി അവനവിടെ ഇറങ്ങി തോന്നുന്നു തൂക്ക് അവനെ നമുക്ക് വേണം കേട്ടോ അവനെ നമുക്ക് വേണം പിങ്ങിട്ട് അപ്പാപ്പ ഇവിടെ കിട്ടിയിട്ടുണ്ടേ അവനെ ഓർത്തയാക്ക ഇവനാട്ടി അണ്ണാനെ അവനെ നമുക്ക് വേണം ആ ചത്ത ബോഡി നമുക്ക് വേണം റോഡ് കിടപ്പുണ്ട് ഇന്നലെ സ്റ്റാർട്ട് ആവില്ലടാ ഈ വണ്ടി ഇപ്പോഴല്ല ഡെഡ് ബോഡി വെയിറ്റ് ചെയ്യും ഇവിടെ നമ്മുടെ ആളെ പൊക്കാൻ പറ്റില്ല അവൻ ചത്തല്ലേ ഇറങ്ങില്ല നമ്മുടെ ബോഡി ഒരെണ്ണം കിടപ്പുണ്ട് ഒരെണ്ണം വെള്ളത്തിലോട്ട് പോയെന്ന് തോന്നുന്നു നിങ്ങള് അല്ലാണ്ട് വേറെ ഫൈറ്റ് നമ്മുടെ MG3 മറ്റേ എലി വിദ്യാലയല്ലേ അവിടെ കൺസൈൻമെന്റ് അണ്ടി നിനക്ക് കൺസൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മടുത്ത് അലക്സിനടുത്ത് മാസം പറഞ്ഞു കൊടുക്കേട്ടാ നിന്റെ അലക്സിനടുത്ത് മാസം എന്ന് പറഞ്ഞു കൊടുക്ക് ഞങ്ങള് മര്യാദക്ക് ഇരുന്നല്ലേ നിന്റെയൊക്കെ ഉണ്ടാക്കാൻ വന്നായിരുന്നു ഞങ്ങള് നിന്നെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ വന്നടാ ഞാൻ ചീത്ത വിളിച്ചില്ല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു സാധനം ഉണ്ടാക്കുക പ്രൊഡ്യൂസ് ചെയ്യുക ഞാൻ തെറി വിളിച്ചിട്ടില്ല ഞാൻ ബാൻ മേടിക്കത്തില്ല
അയ്യോ കൺസൈൻമെന്റിന് പോകൂടായിരുന്നോ മഴവിൽ പാൻഡോ ആരെങ്കിലും ഹോസ്റ്റേജ് ആക്കാൻ നോക്കിയായിരുന്നോ? ഓനെ കൺസൈൻമെന്റിന് പോകുമ്പോ മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി അങ്ങ് പോയാ പോരായിരുന്നോ? എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ വാറിനകത്ത് കയറി ഇടപെട്ടത്? എന്ത് ആവശ്യമുണ്ട് നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ നിന്റെ അലക്സ് അണ്ണൻ ഇങ്ങനെ കിടന്ന് അതിനകത്ത് ഇട്ടോണ്ടിരിക്കുന്ന മാസാണോ എന്ന്? നമ്മൾ വേറൊരു ഗ്യാങ്ങുമായിട്ട് അടിച്ച് തോറ്റേന് ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? കൺസൈൻമെന്റ് പോയി അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? TV ഉണ്ടാക്കാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പൊ ഈ റെയിൻബോ തുണി ഇട്ട് നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ഏഴാ. നിന്റെ അലക്സ് അണ്ണനോടും പറ ഏഴയാൻ. നിന്റെയൊക്കെ വർത്താനം എന്താടാ? നീയൊന്നും വാർ തോറ്റിട്ടില്ലേ സിറ്റിയില്? നീയൊന്നും വാർ തോറ്റിട്ടില്ലേ? പൊട്ടണം നിനക്കൊക്കെ. ഹോസ്റ്റൽ എടുത്തല്ലോ. എടാ ഈ ബോഡി രണ്ടുപേരാ എടുത്തോ ക്യാരി ചെയ്തോ ക്യാരി ചെയ്തിട്ട് എടുത്തിട്ട് നീലത്തിലൊക്കെ കൊണ്ടിടാം. അവരെറാ ക്യാരി എറാ മന്ദാരം അവനെ തട്ടി തുറത്ത് കയറ്റേ. നമ്മുടെ ആളാണെങ്കിൽ വാറൊക്കെ തോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അതിന് വർത്താനം കണ്ടവന്മാരടിച്ചെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കൊണ്ട് നമ്മുടെ തൂമ്പാൻ തരരുത്. എനിക്ക് രണ്ട് നിയമത്തോട് പറഞ്ഞ് പൊക്കാൻ പറയാം. EMS നെ കൊണ്ട് പൊക്കിക്ക്. ഇവനൊക്കെ വാർച്ചാറ്റി കിടന്ന് ഇനി എന്ത് പറഞ്ഞാലും ഒരു പറയില്ല. തലപതി ടു KVA കണ്ടാ നാളെ കൺസൈൻമെന്റ് അടിക്കുമ്പോ ഇവന്മാര് മൂഞ്ചിക്കില്ലേ? ബ്രോ സിറ്റുവേഷൻ എടുക്കണം, ഇന്ന് എടുക്കണം ബ്രോ. ഇനി നാളെ ഇന്നത്തെ പേരിൽ ഇന്ന് നല്ല അവന്മാർ സംസാരിക്കണം നമ്മളോട്, മനസ്സിലായ? അല്ലാതെ നാളെ വന്നിട്ട് വീണ്ടും ഇതാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എടുക്കുന്നില്ല, സിറ്റുവേഷൻ എടുക്കുന്നില്ല, നമുക്ക് നാളെ കൺസൈൻമെന്റ് ഉണ്ടെന്ന് പറയും. ഇഷ്ടം പോലെ ടൈം ഉണ്ട്. ആ വണ്ടിയിൽ ഇനി ആൾക്കാരുണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഇങ്ങോട്ട് വരും. ഇവിടെ കൊണ്ടുവന്നു. അവര് അവന്റെ ഒക്കെ വർത്താനം. വയ്യാത്ത വണ്ടി അതിന് പോണം കേട്ടോ. അതിന്റെ അവിടെ വരാൻ ചോദിക്കടാ അങ്ങോട്ട്. അവനെ കൊണ്ട് പേരെന്ന് പറയച്ചേ. അവന്റെ പേരെന്താന്ന് പറയച്ചേ. വായില്ലേ നിനക്ക്? പേടിയില്ലടാ നിനക്ക്? നിന്റെ പേരെന്ന് പറഞ്ഞേ. ഇല്ല പേരൊന്നും പറയില്ലല്ലോണ്ണാ, പുറത്തല്ലേ അവൻ. കാണിച്ചു കൊടുക്കല്ലേ അല്ല അല്ലേടാ. കേറ് നീ കേറ്. ആരെല്ലാം പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ നീട്ടി ഒരു മൂഞ്ചി വെച്ച് കൊടുക്കേ. ഒന്ന് പുറത്തേക്ക് പറഞ്ഞേ കേട്ടോ. കുറച്ച് ദിവസം ചന്ദ്രൻ ഡിഫൻസിറ്റിയിലായിരിക്കും കേട്ടോ. എല്ലാവരും ഞാൻ എന്താന്ന് പറഞ്ഞൂടാ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെറി വിളിച്ച് ആള് വിചാരിച്ചതൊന്നും ബാധകമല്ല. ചന്ദ്രനെ കൊണ്ടുപോയടാ. അഡ്മി വന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അല്ലേ ഒന്ന് പുറത്തോട്ട് ഡിസ്കൗണ്ടിലോട്ട് പറഞ്ഞായിരുന്നു. നമുക്ക് ഗ്യാങ്സിലോട്ട് പോയി. നീ വണ്ടി ഓ ഇവിടെ ആയിരുന്നല്ലേ നമ്മളെ എസ് പമ്പിന്റെ അവിടെ ചെന്ന് ഇറങ്ങണ വഴിയല്ലേ? ഇട്ടോ എടാ നീലനെ പിക്ക് ചെയ്തായിരുന്നോ? അണ്ണാ ഇവൻ എന്താ മിണ്ടാത്തെ? അവന്റെ വായിക്കകത്തുനിന്ന് ആരുടെയോ ഇവരുടെ കൂട്ടത്തിൽ ആരുടെയോ ഒരു വെപ്പണ്ടി തെറിച്ച് അവന്റെ വായിക്കകത്ത് കയറി. അതാണ് അവന് സംസാരിക്കാൻ പറ്റാത്തത്. ഗ്യാങ് ഹൗസ് ചെന്നിട്ട് നമുക്കത് എടുക്കാൻ വായിന്ന് എന്നിട്ട് സംസാരിപ്പിക്കാം. എടാ നിന്നെ കൊണ്ട് വന്നപ്പോ സ്പീഡ് ക്യാമറ അടിച്ച് നീ എനിക്ക് 50,000 രൂപ വന്നിട്ട് പോവോ കേട്ടാ. നീ എനിക്ക് 50,000 രൂപ തരാതെ നീ ഇവിടുന്ന് ഇറങ്ങൂലേ? ആ വണ്ടിക്കകത്ത് കയറി ഇരുന്നതിന്റെ കോണം.
നമ്മളെ സെക്യൂരിറ്റിന് ഒരു കാര്യമില്ലാണ്ട് വെറുതെ അടിച്ചു വന്നായിരുന്നു. എടാ നിന്നെ സെക്യൂരിറ്റിയെ കൊണ്ട് ഞാൻ മോത്തടിപ്പിക്കൂടാ നിന്നെ. നീ ഞങ്ങളുടെ സെക്യൂരിറ്റി അടിച്ചിട്ട് പോയാണ് കഴിഞ്ഞ ദിവസം. ആ സെക്യൂരിറ്റി ചോദിക്കാണ് എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ സ്നേഹം കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നിന്നാ പോരല്ലെന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് അടിച്ചു വന്നാണ്. എടാ സെക്യൂരിറ്റി ആ മോനെ വന്നേ ഇവന്റെ ചെവിക്കല് തീർത്ത് ആദ്യം ഒരെണ്ണം കൊടു. അവനെ അങ്ങോട്ട് നിർത്തിയാടാ, അവനെ കൊണ്ട് നിർത്തി ഇവന്റെ ചെവിക്കല് തീർത്ത് ഒരെണ്ണം കൊടുത്തേ. ഇവന്റെ ചെവിക്കല് തീർത്ത് ഒരെണ്ണം കൊടുത്തേ. സംസാരിക്കും കേട്ടില്ല. അലക്സ്. ഓ നീയാണല്ലേ മാസാണ് എന്താടാ തുപ്പലേർച്ച എന്താണ്? നിനക്ക് മാസ് കാണിച്ചു തരാം. നിനക്ക് ഇനി മാസ് കാണിച്ചു തരാം ഞങ്ങള്. നിനക്ക് കൺസൈൻമെന്റ് ഉണ്ടെങ്കിൽ അത് മോചിക്കാൻ പോകണം. അല്ലാതെ ഞങ്ങൾ നിന്റെ ഹെൽമെറ്റ് വരാടാ. നിന്റെ ഹെൽമെറ്റ് അടിയടാ. ഇവന്റെ മോന്ത തീർത്ത് കൊടുറാ. ഇവന്റെ മോന്ത തീർത്ത് കൊടു. അടിച്ചാ മതി ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ നിന്റെ മോന്തക്കിട്ടാണ് കിട്ടിയത്. നീയൊന്നും വാർ നോക്കിട്ടില്ലടാ സിറ്റിയില്. നീയൊന്നും വാർ നോക്കിട്ടില്ലേ? കണ്ടവന്റെ ക്രെഡിറ്റ് മൂഞ്ചാ നീയൊക്കെ എന്തിനാ വരുന്നേ? നീയൊക്കെ അടിച്ചിട്ട് ഞങ്ങളോട് വർത്താനം പറയണം. അന്നേരം കേൾക്കാം. എന്താ നീയാണ് തീരുമാനിക്കുന്നത്? ഹോസ്റ്റലിൽ നിൽക്കുമ്പോ തീരുമാനിക്കാൻ നീ ആരാടാ? ഹോസ്റ്റലിൽ നിൽക്കുമ്പോ നീ അങ്ങ് തീരുമാനിക്കുമെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ? എടാ കണ്ടി ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നീ വല്ല വേറെ എന്തെങ്കിലും പോയി കളിക്ക്. ഇതൊന്നും അറിയത്തില്ല. നീ ഹോസ്റ്റലായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ എന്ത് കളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായ? ഞാൻ തീരുമാനിക്കും. ഇവിടെ നിൽക്കുന്ന നീ മുട്ട ഇരടാ ജഞ്ചി കണ്ടി കേട്ട മതി. അങ്ങോട്ട് കേട്ടാ മതി, അങ്ങോട്ട് കേട്ടാ മതി. ഇങ്ങോട്ട് സംസാരിക്കണ്ട. വായ തുറക്കാൻ പറയുമ്പോൾ തുറക്കാം. മനസ്സിലാ? വായ തുറക്കാൻ പറയുമ്പോൾ തുറന്നാ മതി. വായ തുറക്കാൻ പറയുമ്പോൾ തുറന്നാ മതി. ദൈവം ഇപ്പെട്ടത് നിന്റെ അണ്ണാക്കിലോട്ടാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് വായിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ബേസിക് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആദ്യം അത് കാണിക്ക്. എന്നിട്ട് അവനൊക്കെ മെസ്സ് അടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇനിയും തല്ലും നിന്നെ. നിന്നെ ഏത് ദിവസം കണ്ടാലും തല്ലും. ഈ ജെഞ്ചിന്നുള്ള ഡ്രസ് കണ്ട് എവിടെ കണ്ടാലും നിന്നെ തല്ലും. നീ കളിക്കുന്നത് കാണണമല്ലോ. നീ കൺസൈൻമെന്റ് അടിക്കാൻ പോണേ എനിക്കൊന്ന് കാണണോടാ. ഇന്നത്തെ ദിവസം എന്താടാ നിന്നെ അടിച്ചു കൊല്ലുന്ന കാണണം. നിന്നെ കൊല്ലത്തില്ല. നിന്നെ കൊല്ലത്തില്ല. ഇല്ല ഞാൻ ബാൻ മേടിക്കത്തില്ല. എനിക്ക് എന്റെ ഗ്യാങ് മുന്നോട്ട് കൊണ്ടോണം. ഞാൻ ബാൻ മേടിക്കത്തില്ല. ഇവനെ എവിടെ പുഴിപ്പിക്കുന്നു. ഇവനൊന്നും അടിക്കണ്ട. ഇവനൊന്നും അടിക്കണ്ട. നിന്നോടൊക്കെ പച്ചക്ക് പറയാം. അവൻ ട്രിഗർ ചെയ്യുന്ന അത് കേട്ട് തെറി വിളിക്കാനോ പറിക്കാനോ അത് ചെയ്യാതിരിക്കുക. തെറി വിളിക്കാതിരിക്കുക. മനസ്സിലായ? ഇതുപോലും കാണിക്കാ. ബേസിക് ഫിയർ പോലും കാണിക്കാറിയാത്ത നീയൊക്കെ ആണോ ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ വന്നത്? ബ്രോ നിങ്ങളെ കൊടുത്ത് നിങ്ങളുടെ പേര് വെച്ച് മെൻഷൻ ചെയ്ത് കൊടുത്ത നിങ്ങൾക്ക് മനസ്സിലായ? എടാ നിന്നെ കൊന്നിട്ട് നിങ്ങളുടെ കൂടുതൽ ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്തോടാ. നിന്നെ കൊന്നിട്ട് നിന്റെ ഗാംഗിലുള്ള നിന്നെ വേണ്ടേ? നീ എന്തിനു വേണ്ടി ഗാംഗിലായിരുന്നു? നീ അല്ല ഗാംഗിന്ന് അറിയില്ല.
വാർച്ചാറ്റ് ചോദിക്കണം ജഞ്ചി തീട്ടങ്ങൾക്ക് ഇവനെ ഫീറില്ലേ നിനക്ക് മൊണ്ണെ ഫീറില്ലേ അലക്സ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ. പോയാൽ മതി അലക്സ അത്രത്തോളം ഇവിടെ നിൽക്കും. അലക്സ വിആറിൻ കൺസൈൻമെന്റ് എന്ന് റിപ്ലൈ വന്നിട്ടുണ്ട്. വിആറിൻ കൺസൈൻമെന്റ് എന്ന് കൺസൈൻമെന്റ് അടിപ്പിക്കല്ലടാ ഈ തീടത്തെ കൊന്നു ഇവനെ കൊണ്ട് റീസ്റ്റോർ അടിപ്പിക്കും. കൺസൈൻമെന്റ് അടിപ്പിക്കരുത്. ഇടിച്ചോലടാ അവനെ. നമ്മളെ തന്നെ അടിക്കല്ലേ, പരസ്പരം അടിക്കല്ലേ. അവിടുന്ന് മാറ്റി നീ ഇത് പോയിട്ട് ചിറക്കൽ കണ്ടീന്റെ അടുത്തൊന്ന് പറയണേ, നമ്മളെല്ലാരും കൂടി ഇടിച്ചു വന്നു, മനസ്സിലായോ? പരമ തെണ്ടി പട്ടി മാറി അപരാധി സോറി ഞാൻ കുറച്ച് റേജിലായിരുന്നു കെവിനെ. ഇല്ല നീ അന്നേരം പെട്ടെന്ന് എന്നെ കൂടി അല്ല ഇതിന്റെ ബാൻ പിന്നെ അല്ലാതെ പെട്രോൾ അടിക്കട്ടെ, പമ്പിലോട്ട് പോവാം പെട്രോൾ അടിക്കാൻ. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, നാളത്തെ കൺസൈൻമെന്റ് കിട്ടിയില്ലല്ലോ. നാളെ ഞാൻ 2 പ്രീമിയം എടുത്തു. 15,000 രൂപ പ്രീമിയം എടുക്കാൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രീമിയം 3 മേടിക്കും. ആ കണ്ണ് കിട്ടിയാൽ മതി. എനിക്ക് കൺസൈൻമെന്റ് വേണ്ടതാണ്. ഇവന്റെയൊക്കെ കണക്ക് ഞാൻ തീർത്തു കൊടുക്കാം. കൺസൈൻമെന്റ് വേണ്ട. ട്രക്കിന്റെ പോവാണെങ്കിൽ അമ്മാര് മറ്റേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആണോ? അല്ല സ്റ്റാൻഡിലായിരിക്കുമല്ലോ കൺസൾട്ട്. എങ്ങനെ നമ്മളെ പീഡിയടങ്ങി ഇറങ്ങി തലണ്ട് വരും, അല്ല പീഡിനെ തലണ്ട് വരും. ഒരുമിച്ച് കുത്തി ഇറങ്ങാനാണോ? അപ്പൊ ആ കൺസൾട്ട് നമ്മൾ തോക്ക് കിട്ടും. എടാ ഈ വണ്ടി പയ്യ വാടാ പമ്പിനകത്ത്. നിങ്ങൾ എന്തുവാടാ കാണിക്കുന്നേ? പട്ടി പുറകിന്ന് വന്ന് ഇടിച്ച് ട്രക്കും കൊണ്ടുപോയി. എക്സ്പ്ലോഡ് ആവുന്ന സാധനമുണ്ട്. വണ്ടി ഇടിച്ചു പൊട്ടിച്ചത് ഇവിടെ ഇറങ്ങി ഫുൾ ഇറങ്ങി. എന്റെ മാർക്കില് അപ്പൊ ഇവിടെ കളിച്ചാൽ ശരിയാവത്തില്ല. അപ്പൊ ഇത് പൊട്ടിത്തെറിക്കും. നമ്മുടെ ഒരു വണ്ടി പൊട്ടിത്തെറിച്ച നമ്മുടെ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ല, എനിക്കത് നന്നായിട്ട് അറിയാമോ. വണ്ടി പറഞ്ഞപ്പോ പാവാ നേരെ ഫ്രണ്ടില് അമ്മാർ കൊറേ ബോഡികൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഈ വണ്ടി മാർക്ക് ആ വണ്ടി ഒറ്റ കിട്ടിയോ? അവിടെ ബാക്കിൽ കുറെ ബോഡി കിടക്കുന്നുണ്ടോ? കത്തിച്ചിട്ട് പോവാ. ഇവനടി
എന്റെ ഫ്രെയിം ഡ്രോപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ആരും കാണുന്നുണ്ടോ എന്റെ ഫ്രെയിം ഡ്രോപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കളിക്കുന്നില്ല ഇടക്കിടെ ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ട് അവനെയും കൂടെ മര്യാദക്ക് മിണ്ടാതിരുന്ന് കൺസൈൻമെന്റ് അടിച്ച് അവന്റെ പരിപാടിക്ക് പോകുന്നതിനുള്ളതിന് സ്വന്തം കാര്യം നോക്കി ഗ്യാങ്ങിന്റെ കാര്യം നോക്കി പോവാനുള്ളതിന് അപ്പൊ വേറൊരുത്തന്റെ അക്ഷം ചൊറിയാൻ വന്നേക്കും വണ്ടി ഡ്രീമർ ഗെയിമിങ്ങിന്റെ എവിടുന്ന് അടി വരുന്നേ നമ്മളാണ് ഞങ്ങളാ അതൊക്കെ എന്റെ ഓരോ നമ്പറുകളല്ലേ എവിടെ കിട്ടിയെന്ന് തീർന്നല്ലേ വാ 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 അവന്റെ വണ്ടി ബാക്കിൽ പോന്നു വാ ഉണ്ടാക്കി നീ ഇതിനൊക്കെ കത്തിക്കട എടാ കത്തിക്കട എടാ അവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് ഓക്കെ ഇവന്മാരുടെ കുറെ ബോഡികളുണ്ട് അതെല്ലാം കത്തിച്ച് ക്ലിയർ ആക്കിയിട്ട് പോവാം അല്ലെങ്കിൽ വേണ്ടല്ലേ പിടിക്കാൻ ഒരു വാണം വില്ലു വല്ല വാർക്കപ്പണിക്ക് പോടാ തീട്ടവേന്ന് ആരാണ് ഇത് ചെയ്തത് പാപ്പാ അതെന്റെ ചോദ്യം ഇതാണ് നമ്മള് വേറൊരു ഗ്യാങ്ങും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് തലയിട്ട് ഊമ്പിത്തനം പറഞ്ഞിട്ട് അവന്റെ വർത്തമാനം കേട്ടോ ആരാ ഈ പറയണേ ഈ ചിറക്കൽ കൊണ്ണ ആരാ ഇവനെ പിടിച്ചോണ്ട് വന്ന് കക്കൂസ് നട്ടിക്കണം മറ്റു വഴി പിടിക്കാം അവിടെ ട്രക്ക് പോയോ ട്രക്ക് കത്തിച്ചില്ലടാ നീക്ക് അവന്റെ പോകുന്നില്ല ഇവിടെ സാൻഡി വാ പാപ്പ എനിക്ക് അടിക്കണോ പാപ്പ ഇത് എന്തിന് കത്തല മരവണ്ടിക്ക് എന്തിന് കത്തല് എവിടെയാണോ പോയ സ്റ്റാർ സിറ്റി റൂട്ട് കാട്ടുമരത്തിന്റെ മരം മുറിഞ്ഞ് എത്ര വണ്ടി ഇനി ഒരു അതും കൂടെ തീർത്താ സുഖം എത്ര അവനെ വെള്ളത്തിൽ കാണാം ഓടലാടാ സഞ്ജി ഇവനെ വ്യത്യസ്തരമായിട്ട് വണ്ടിക്ക് കത്തലാണ് അപ്പൊ അവൻ അറ്റാക്ക് വന്നു ഹലോ അപ്പുറം പോയാ അല്ല അവൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇറങ്ങാലോ അതിനു വേണ്ടി നോക്കിയതാ ഞാൻ ഓർത്ത് അപ്പാപ്പൻ അറ്റാക്ക് വന്നു പെട്ടെന്ന് വണ്ടി നിന്ന് പോയി ഇല്ല അവിടെ വണ്ടിക്ക് ഒരു കത്തലുണ്ട് കേട്ടോ അവിടെ വരെ ഗ്യാങ്സിലോട്ടാണ് ഓടണേ പൊട്ടിച്ചില്ലേ അത് കൊള്ളാം അമ്മാരെ വണ്ടി പക്ഷെ എങ്ങും നിക്കുന്നില്ല കേട്ടോ അപ്പൊ കൺസൈൻമെന്റ് അവന്മാരെ അടിക്കാൻ വന്നോണ്ട് അവന്മാരെ എല്ലാ അവന്മാരെ സിറ്റിയിലുണ്ട് അവന്മാർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ട് ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങ് ചോദിക്കാൻ വരട്ടെ ലോല നീ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോ ലോല എന്റെ വണ്ടി ഇത് ടൈപ്പ് ചെയ്ത് വിടുക തിരിച്ചാ ഇല്ല മുങ്ങി ഊമ്പി അവന് ആരെങ്കിലും ഇല്ലല്ലേ കഴ തീർന്നോടോ കഴ എന്നെ അടിക്കും കഴ അങ്ങ് തീർന്നോ നിന്റെ കഷ്ടം അയ്യോ ഒലിച്ചു പോലെ വണ്ടി അടിച്ചു പൊട്ടിക്കുക എടാ കൺസൈൻമെന്റ് അടിക്കാൻ പോയാ കൺസൈൻമെന്റ് അടിക്കണ്ടേടാ അല്ലാതെ നാട്ടുകാരുടെ സാമാനത്തിൽ അടിക്കാൻ നിക്കല്ലേടാ മനസ്സിലായ നിനക്ക് ആ പോലീസിനെ പോയി അങ്ങ് അടിച്ചാ പോരാ എന്തിനാണ് വാർച്ചാറ്റിൽ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചേ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ നിന്റെ തലേ സാമാനം ചുണ്ണിയെല്ലാം മുക്കി കിടത്തും മനസ്സിലായ
അവന്റെ ഒക്കെ സഞ്ചി, നിന്റെ സഞ്ചി നനഞ്ഞില്ലേ ഇപ്പം? ഇവിടെ നമ്മുടെ ചർച്ചിന്റെ അവിടെ ചർച്ച് അവന്റെ ഒക്കെ വെള്ളത്തിൽ കിടന്ന് വർത്താനം അവന്റെ ഒക്കെ. അല്ല നിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു വെല്ലവന്റെയും വള്ളി പിടിക്കാൻ നിൽക്കുന്ന ഒരു വെല്ലുമോണെന്ന്. എടാ ഞങ്ങളും T47 തമ്മിലുള്ള സിറ്റുവേഷൻ ആണ്, മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് നിന്റെ നാത്തെ എന്തോടാ അവന്റെ ചിറക്കൽ ശ്രീഹരി, എന്താ അവന്റെ പേര്? ചിറക്കൽ ശ്രീഹരി എന്ന് പറഞ്ഞ മൂഞ്ചൻ ഒരു കാര്യവും ഇല്ലാതെ ഇതിനകത്ത് വന്ന് എടാ ഞാൻ നമ്മള് തെറി പറയുമ്പോ ചൂടാവണ്ടേ? വെള്ളത്തിൽ കിടന്ന കൂളായാലോ? ഏത് എത്ര ഡയലോഗ് ആണെങ്കിൽ മീറ്റിംഗ് വിളിച്ചിട്ട് പ്രീവാറോ വാറോ എന്താന്ന് വെച്ചാൽ അടിക്കാം. അല്ലടാ TV ആണ് അടിച്ചത്. ഇനി മേലെ ഇങ്ങനത്തെ മൂഞ്ചിത്തരങ്ങള് വേറൊരു ഗ്യാങ്ങിനോട് കാണിക്കരുത്. ഞങ്ങളോടൊന്നല്ല, വേറെ ഒരു ഗ്യാങ്ങിനോട്. വേറെ 2 ഗ്യാങ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തീർക്കട്ടെന്ന് വിചാരിക്കണം. അല്ലാതെ അതിന്റെ ഇടയ്ക്കൂടെ കേറിയിട്ട് എന്തിനാടാ കണ്ടവന്റെ വളിക്ക് വിളിയൊക്കെ നിക്കല്ലേ നീയൊക്കെ, മനസ്സിലായോ? എടാ ട്രക്ക് കത്തിച്ചോടാ അവന്റെ ഒക്കെ. അപ്പൊ വണ്ടി എവിടാ? ഞാൻ നീന്തി വരാവേ, ഒരു മിനിറ്റ്. ഇതാരാ? നരനായി പോയി. പിന്നെ ആവശ്യം എന്താണ് റോഡിലെത്തി ഞങ്ങള്. റോഡിൽ എവിടെ പോയി? ബാലെവിടെ? ഞാൻ പിടിക്കാരാ നേരത്തെ നമ്മളൊന്ന് കൺസൈൻമെന്റ് സ്ഥലം നോക്കിട്ട് വരാം കേട്ടോ. ട്രക്ക് എടുത്തിട്ട് വരാം. വണ്ടിന്റെ അടുത്ത് വരുമ്പോ മുട്ടൻ കത്തലാടേ. എന്തിനാടാ പെട്ടെന്ന് വാ. എന്തിനാടാ കൊന്നിട്ട്? നമ്മളെ അനാഥരാണ്, ഗുണ്ടകളല്ല. അതെ, കൊല്ലരുത് അവരെ, കത്തിച്ചു വിട്. കിട്ടി വില്ല് കിട്ടിയടാ. ഞങ്ങള് കേറി ട്രക്കിന്റെ അടുത്തോട്ട് പിന്നല്ലാതെ മര്യാദയ്ക്ക് വല്ല കൺസൈൻമെന്റ് അടിച്ചങ്ങ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? പിന്നല്ലാതെ വണ്ടി ഇടിച്ചു പോയത് പിന്നെ ഒരു വാക്ക് പറയാൻ പോടിച്ചിട്ട് നമുക്ക് പിടിക്കാം. നമുക്ക് വേണ്ട അവരെല്ലാരും കൊന്നോ പാപ്പ? ഇതുവരെ കണ്ടവന്മാരെല്ലാത്തിനെ കൊന്നിട്ടുണ്ട്. അവിടെ കിടക്കുന്നവരെ കത്തിച്ചൂടാ. എന്തിനാ പാപ്പ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. വിഷമിപ്പിക്കല്ലേ ഇങ്ങനെ? ഞാനൊരു അനാഥനാണ് പാപ്പ. പിന്നെ ഞാനോ വാസവനെ? ഞാൻ ഗുണ്ടയല്ല പാപ്പ. ഞാനാരാ ഗുണ്ടയാണോ വാസവ പറഞ്ഞു? പാപ്പ ഗുണ്ടയല്ല. ചന്ദ്രു ഇത് നമ്മുടെ ചന്ദ്രൻ തന്നെ. അവര് നമ്മുടെ നമ്മളടിച്ചു വന്നതിന് റീസ്പോൺ ചെയ്യാല്. അമ്മരൊക്കെ പോയില്ലേ? ഇവിടെ തന്നെ പോവാൻ പറ്റും. അപ്പൊ അവിടെ മറ്റേതാ അതിന്റെ അടുത്ത് പോയ അവിടെ 2 അമ്മമാരുണ്ടോന്ന് തോന്നുന്നു കേട്ടാ. മറ്റേ നമ്മൾ ആദ്യം കൂടി ചവിട്ടിയിടവില്ലേ? സഞ്ജിയുടെ വണ്ടി കിടക്കണം. ഹലോ, നിങ്ങള് ജെൻജിയുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ബുക്ക് ചെയ്യായിരുന്നോ? ആരെയും നമ്മളോട്ടൊരു സിറ്റുവേഷൻ ഇല്ല. അയ്യോ പാവം പോലീസ്. ഇല്ല നിങ്ങൾ പൊക്കിക്കോ. പിന്നെ നമ്മള് ഹെൽപ്പ് അഡ്മിൻസ് ഇതിനൊക്കെ തിരക്കാൻ തോന്നുന്നു. ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രു.
ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ അവളെ കളിച്ച പോയില്ലേ ബർത്ത്ഡേ പിന്നെയാ അവൻ നിന്ന് കത്തില്ല അവൻ നിന്ന് കത്തില്ല ജീവനുണ്ട് ഞാൻ മോനെ ഇനി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വാണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വാണം എന്നൊക്കെ വിളിക്കുമ്പോ ശ്രദ്ധിക്കാൻ പറയണേടാ ചിറക്കൽ ശ്രീഹരിയോട് കേട്ടാ മോളെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ടിവിയുടെ ഗ്യാങ് ഹൗസിൽ വന്ന് ചോദിച്ചാൽ മതിയേ കേട്ടാ ഞങ്ങളെല്ലാം അവിടെ ഉണ്ടാവേ ഇങ്ങനെയൊക്കെ വിളിച്ചെന്നെ ബാനൊന്നുമില്ല പാപ്പാ ഒരു മിനിറ്റ് ഇവിടെ ആരൊക്കെ വേണ്ടേ മനെ ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഹലോ എന്തൊരു ഞാൻ ടൈപ്പ് ചെയ്യുമ്പോ ഞാൻ ടൈപ്പ് ചെയ്യല്ലായിരുന്ന ലോല ഞാൻ അവിടെ ഒരു സാധനം ഞാൻ മാസം അടിക്കണേ വില്ലുമോനെ കാരണം വില്ലുമോനെയാണ് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് വാണം എന്ന് വിളിച്ചേ എന്താ ഞാൻ കത്തിച്ചാലാ മാറി നോക്കി ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് വാണം അപ്പൊ ട്രക്ക് കത്തിക്കണ്ടേ എടാ മറ്റേ വണ്ടി എടുത്തോണ്ടെന്നിട്ടാ ഞാൻ പെട്രോൾ ഒഴിച്ചാൽ എന്നിട്ട് അതിന്റെ മേലോട്ട് വെടി വെച്ചാൽ എനിക്ക് ട്രക്ക് കത്തിക്കണം അപ്പൊ എനിക്ക് പാലയുടെ വാളയാർപ്പാലം വെച്ച് വണ്ടിയുടെ മേളിൽ ചെയ്തിട്ട് എടാ ഈ വണ്ടി പൊട്ടിക്കാ സെക്ക മാറി ഈ വണ്ടി പൊട്ടിക്കുമ്പോ അത് പൊട്ടും മറ്റേ സാധനം അത് പൊട്ടിയോളത് ഇല്ല വണ്ടി പൊട്ടിച്ചാ വണ്ടി പൊട്ടി ബോബി റേഡിയോയിലുണ്ടോ റെഡി 1 2 3 അടിച്ചോ അടിച്ചു മണുതാ കെവിൻ വന്ന് ബാക്കി കിടക്കുന്ന അവന്മാരുടെ മറ്റേ കൺസൈൻമെന്റ് അവിടെ സിറ്റിയിൽ എല്ലാരും ഗ്യാങ്ങാ കളിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം ബ്രോ അല്ലാതെ വേറെ ബാക്കിയുള്ളവന്മാരുടെ വെറുതെ എന്തിനാണ് നമുക്ക് നമ്മള് വെറുതെ ചൊറിഞ്ഞു ഒരാവശ്യം ഇല്ലാതെ നമ്മളും അവരും തമ്മി ഫാമിലി ഡ്രോപ്പ് യുവർ നമ്പർ മോടെയാണ് മിസ്റ്റർ എക്സിനെ അടിക്കാമേ പോലെ സിറ്റി നേരം ഒരു മിനിറ്റ് അടിച്ചായിരുന്നു കേട്ടോ ഇപ്പൊ HF-ന് വണ്ടിയില്ല വീടില്ല തുണിയില്ല തീട്ടമാതിരി Crying hard for win, try hard noobs. ഈ പേരിലാണ് അവൻ ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടതാ മനസ്സിലായോ അവന്റെ ആ പേര് പോലും അല്ല നമുക്ക് ആയിക്കോട്ടെ പോണ്ടിരുന്നത് മിസ്റ്റർ എക്സിനെ വിളിക്കണം പാപ്പ പുലി മാസം എല്ലാം പറ്റി ഫോണില്ല പാപ്പ ചിറക്കൽ ശ്രീഹരിയുടെ ആ കഴപ്പങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അവനിപ്പോ ഇന്നത്തോടെ അവന്റെ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അവനെ ഇത് ഉപയോഗിച്ചോ ഇത് എത്ര ആധാർ നമ്പർ 7 CR77 MSD 7 ഉപയോഗം കഴിഞ്ഞിട്ട് തരണേ പിന്നെ ഹലോ അവനിട്ടാണ് ഞാൻ ചോദിച്ചതാണ് മനസ്സിലായോ അമ്മറ വരുന്നത് വലിയ അമ്മറ വരുന്നത് സംഭവം അറിയത്തില്ല പക്ഷെ വലിയ അമ്മറ കൊള്ളാം എന്താ വലിയ ടയറായത് ഓടിച്ചോരാ എന്താ പെണ്ണ് കാണിക്കുന്നത്
ഹലോ 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 ഓ ഈ വണ്ടി വാട എവിടെ അമ്മ പോയി ഒന്നും കൂടെ ഹലോ പറയുമോ ഹലോ ഹലോ നമ്പർ ഇടണ്ട അതെ മിസ്റ്റർ ഫ്രണ്ടി അപ്പൊ ഒന്ന് മൊത്തം ആണോ വേറെ ടീമാണോ അപ്പൊ നിങ്ങൾ മിസ്റ്റർ അല്ലേ വേറെ വിങ് ആണ് അത് ഏത് വിങ്ങ വിളിച്ചേ കൺസൈൻമെന്റ് വിങ്ങോ എന്റെ മെയിൽ ഐ ഡി മിസ്റ്റർ തലപ്പത്തിരിക്കുന്ന ആളല്ലേ കേജിന് അറിയത്തില്ല എന്തിനാ വിളിച്ചത് അപ്പൊ കേജ് അറിയാത്താണ് ഇപ്പൊ മിസ്റ്റർ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ ലാസ്റ്റ് സാറിന് അപ്ഡേറ്റ് ചെയ്യും ഇത് ആവശ്യമില്ലാത്ത കാര്യത്താണോ പറഞ്ഞത് പേടിക്കണ്ട ആവശ്യമില്ലാത്ത കാര്യമാ അപ്പൊ മിസ്റ്റർ എക്സിന്റെ നമ്പർ ഒന്ന് പറയോ? ആരാ നിക്കുന്നത് അവരാണോ ഓ കേജ് അതന്നെ ഞാൻ അതിങ്ങനെ നീട്ടി വിളിച്ചതാ. കേജ് എവിടെ? കേജ് ബാക്ക് ചെയ്ത് മാസ്കറ്റ് തൊപ്പി വെച്ച് ഹലോ കേക്കാവോ റേഡിയോ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളല്ല ഇത് ഡീൽ ചെയ്യുന്നല്ലേ, അപ്പൊ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തലപ്പത്തിരിക്കുന്ന മനുഷ്യനല്ലേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് വേറൊരു ഫാമിലി T47 എന്ന് പറയുന്ന ഫാമിലി ആയിട്ട് ഒരു അടി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ആ അടിയിൽ നമ്മൾ തോൽവി അടയേണ്ട വന്നു. ഈ സമയത്ത് നേരെ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ജെഞ്ചി എന്ന് പറയുന്ന കുടുംബം നമ്മളുടെ അടുത്ത് വാർ ചാറ്റിലൂടി നേരെ വന്നിട്ട് നമ്മളെ കളിയാക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ പേര് നമ്മുടെ വില്ലുമോൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്. സംഗതി അവൻ പിക്കൊന്നും എടുക്കാതെ വീണ് 2-3 വാറിൽ എന്ന് കരുതി വാർ ചാറ്റ് കളിയാക്കേണ്ട ഒരു സാധനം നമുക്കില്ല. അപ്പൊ ഈ പറയണത് പോലെ വാർ ചാറ്റിലിരുന്ന് കളിയാക്കിയപ്പോൾ നമ്മൾ ചോദിച്ചു ഒരാളെ ചേസ് ചെയ്ത് പിടിക്കാൻ നേരം അവന്മാർ പറഞ്ഞു കൺസൈൻമെന്റിന് പോകാമെന്ന്. ഇപ്പം അവർ കൺസൈൻമെന്റിന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് അവരുടെ യാതൊരു ബന്ധമില്ലാത്ത വേറൊരു ഗ്യാങ്ങുമായിട്ട് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യേണ്ട ആവശ്യം? ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറെ നോക്കി, വണ്ടി നിർത്താൻ ഒരുപാട് വട്ടം റിക്വസ്റ്റ് ചെയ്ത് അവർ കേട്ടില്ല. ഞങ്ങൾ കൺസൈൻമെന്റിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കേണ്ട വന്നു. ഹോസ്റ്റേജ് എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. ഹോസ്റ്റേജിനെ എടുത്ത് നമ്മുടെ ഹോസ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അവര് നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൺസൈൻമെന്റിന്റെ ഇടയ്ക്കാണ്. സോ നമ്മൾ കൺസൈൻമെന്റ് നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയി അവിടെ വെച്ച് സിറ്റുവേഷൻ ആയി. നമ്മൾ അവരെ PD ഹോൾഡ് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ ഹോൾഡ് ഓൺ ആക്കി. അത് അറിഞ്ഞായിരുന്നു സംഭവം. അപ്പൊ ഞാൻ നാളെ നിങ്ങൾക്ക് കൺസൈൻമെന്റ് ആകുമ്പോ ഞാൻ ചോദിച്ചോളൂ ഒരു പ്രശ്നമായിട്ട് പോകുന്നുള്ളത്. ഇല്ല, നമ്മള് അനാവശ്യമായിട്ട് നമുക്ക് ചൊറിയാൻ പറ്റില്ല. നമുക്ക് അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇന്ന് സിറ്റിയിലുണ്ട്. ഇവിടെ 12 മണിയല്ലോ, 2 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പൊ കൺസൈൻമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അറിഞ്ഞുവിടാം അത് നാളെ അവർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും. പക്ഷെ ഞങ്ങൾ കൺസൈൻമെന്റിന്റെ ഇടയ്ക്ക് വേറൊരു ഗ്യാങ്ങിനോട് അനാവശ്യമായിട്ട് സംസാരിക്കാനും ട്രിഗർ ചെയ്യാനും പോകത്തില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് കാരണം കൺസൈൻമെന്റ് അടിക്കാൻ വരുമ്പോൾ നിങ്ങൾ മിസ്റ്റർ എക്സിന് ഞങ്ങളൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ആ റെസ്പെക്ട് ഞങ്ങൾ എന്തായാലും എപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യും. കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെ ഒരു ഗ്യാങ് നിങ്ങളെ ഇതാക്കണം അതുപോലെ അല്ലേ അത്? നിങ്ങൾ അത്രയും വലിയൊരു ഇത് സെറ്റ് ചെയ്ത് തരുമ്പോൾ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്ത് വേറൊരു ഗ്യാങ്ങുമായിട്ട് പോയി ഇത് ചെയ്യുന്നത് ഒരിക്കലും നന്നായിട്ടുള്ളൊരു കാര്യമല്ല. അത് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് ഞങ്ങൾ കണക്കിലെടുക്കുന്നത്. ഞങ്ങളത് ചെയ്യത്തില്ല. അതല്ല, ഈ ഒരു സിറ്റുവേഷൻ ഇതിനിടയിൽ അവർക്ക് കൊടുത്ത പണിയുടെ ഇടയിൽ അവരായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചോളാം. അതെ, ഞങ്ങളുടെ അടുത്തോട്ട് വന്നാൽ ഞങ്ങളായിട്ട് ഞാൻ സംസാരിക്കാം. ഇതൊക്കെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അതിന് ഞാൻ ഇടപെടില്ല. അതെ, ഇതാണ് സംഭവം നടന്നത്. ഇതാണ് സംഭവം നടന്നത്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് അതിനകത്ത് ഇടപെടണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അതും സിറ്റിക്ക് പുറത്ത് സംസാരിച്ച് നമ്മൾ തല്ലിലൊക്കെ സംസാരിച്ച കാര്യങ്ങൾ വാർച്ചാറ്റിൽ എടുത്തു വെച്ച് പറഞ്ഞാണ് തുടങ്ങിയപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഉടനെ വില്ലുമോനെ വാണമെന്ന് വിളിച്ചു. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ട്രിഗർ ആയത്. അതിനുള്ള ചെയ്യാനായിട്ട് മിശ്രയിപ്പിക്കാൻ അറിയില്ല എങ്ങനെയുള്ളത് ഇങ്ങനെ ഷേപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് നിങ്ങളായിട്ടുള്ള പ്രശ്നമല്ല. ഞങ്ങൾ അവർക്ക് കൺസൈൻമെന്റ് കൊടുത്തപ്പോൾ അവരായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജഞ്ചിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കാം. കൺസൈൻമെന്റ് ഇഷ്യൂ ഉണ്ടാക്കി അതിനുവേണ്ടി ഞങ്ങൾ വിളിക്കാൻ നിൽക്കായിരുന്നു. ആരാണ് നിങ്ങൾക്ക് ഇതിൽ തുടങ്ങിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ അടിക്കാനല്ല കേജ പോയത്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരെ ചെന്നിട്ട് വണ്ടി നിർത്താൻ മൾട്ടിപ്പിൾ ടൈംസ് റിക്വസ്റ്റ് ചെയ്തു സംസാരിക്കാൻ വേണ്ടി. അവര് ലൈനപ്പ് ആയിട്ട് ആക്ച്വലി നമ്മുടെ മുതുക്കിന്റെ അവിടുത്തെ മേളത്തെ പമ്പിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പൊ അവര് നമ്മൾ ചെന്നിട്ട് വണ്ടി നിൽക്കുമ്പോൾ അവര് നമ്മളെ പിറ്റ് ചെയ്ത് അങ്ങ് പോവാ.
നിർത്താൻ കുറെ വട്ടം മൾട്ടിപ്പിൾ വട്ടം പറഞ്ഞു. നമുക്കും അതിനകത്ത് കയറി ഇന്റർഫിയർ ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കാന്ന് പോലും പറയാനുള്ള താല്പര്യം അവർക്കില്ല. അവര് നേരെ അങ്ങ് പോവാ. സംസാരിക്കാം ഞാൻ എന്തായാലും എന്താ അവരുടെ സൈഡിൽ നിന്നോട് കേൾക്കട്ടെ. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ഇഷ്യൂ എന്നുള്ള ഇതാണോ അവരുടെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് അവർക്ക് കൺസൈൻമെന്റ് ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും, നേരെ മറിച്ച് അവര് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് ബുദ്ധിമുട്ടും. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾ അവരെ പോലല്ല, ഞങ്ങൾ കുറച്ച് ഒരു ബേസിക് എത്തിക്സ് ഉള്ള ഗ്യാങ് ആണ്. എന്തായാലും ഞങ്ങൾ അത് ചെയ്യും. ഓക്കെ, സംസാരിക്കാൻ എന്തായാലും നിങ്ങളിപ്പോ നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഓക്കെ, വാസു, ഓ എന്റെ പേരും പറയുന്ന ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ഒരാൾ മിസ്റ്റർ എക്സ് വിളിച്ചിട്ട് ഇന്നും വിളിച്ചായിരുന്നു. എന്തോ ഇതിന്റെ കാര്യം പറയാം, കൺസൈൻമെന്റിന്റെ കാര്യം പറയാം, നമുക്ക് അടിക്കുന്നതിന്റെ. അതെന്തായാലും നിങ്ങൾ ഫ്രീ ആയിട്ടൊന്ന് ഓഫീസിലേക്ക് വരാം, സംസാരിക്കാം. വേറെ അല്ലാതെ വേറെ ഒരു ആവശ്യത്തിന് വിളിച്ചില്ലല്ലോ എന്റെ പേരും പറഞ്ഞു? ഇല്ല, വിളിച്ചിട്ടില്ല. മിസ് ഇവര് നമ്പർ ഇടാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ നമ്പർ ഒന്ന് ഇടുവോ അപ്പൊ വാട്സാപ്പില്? അപ്പൊ ഇവിടെ ആരെങ്കിലും ഇടുവോടാ? ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് ഇടുവോടാ വാട്സാപ്പില്? നമ്മുടെ 20171015. എന്നാ യെല്ലോ പേജ് 20171015. യെല്ലോ പേജിലാണെങ്കിൽ എന്റെ ഫോണ് ഇതല്ല, സെറ്റപ്പ് അല്ല. അല്ല, അവര് അവരാ ടീം നിങ്ങളോട് സംസാരിച്ചോളൂ. കൺസൈൻമെന്റ് ടീം നിങ്ങളോട് സംസാരിച്ചോളൂ. കൺസൈൻമെന്റ് വേറെ ടീമാണ് നോക്കണല്ലേ? അല്ല, എല്ലാം എന്റെ അടുത്ത് തന്നെ വിങ് വേറെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോന്നാണ്. സംസാരിക്കും. 20171015 അല്ലേ? നിങ്ങളുടെ കാര്യം നടക്കട്ടെ. സംസാരിച്ചോളാം. ശരി. ഏതാടാ? അമ്പത്തൂര് സിറ്റുവേഷൻ 5 ദിവസം പരീക്ഷ എന്ന് പറഞ്ഞ പോയത് ഇതിനാണല്ലേ? സംസാരിക്കുന്നേ സംസാരിപ്പിക്കാൻ എന്റെ ഒരു വഴിയുണ്ട്. നല്ല ജവാനെടുത്ത് ഗ്യാങ്വാസി വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്ത്യയിലെ ഇത് 52 ഇതല്ല, ഇത്